നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് ഇതാ ഉറുഗ്വായെ തോൽപ്പിച്ചുകൊണ്ട് കൊളംബിയ എത്തുന്നു. കൊളംബിയയുടെ അപരാജിത കുതിപ്പ് 28ാമത്തെ മത്സരത്തിലേക്ക് നീണ്ടിരിക്കുന്നു. ഹാമീസ് റോഡ്രിഗസ് വീണ്ടും അസിസ്റ്റ് സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നു. ഏകപക്ഷീയമായ ഒറ്റ ഗോളിന്റെ വിജയം കൊളംബിയ നേടുമ്പോൾ അവരുടെ ഗോൾ നേടിയത് ലെർമയായിരുന്നു. ഹാമീസ് റോഡ്രിഗസിന്റെ അസിസ്റ്റിൽ നിന്നാണ്, ആ കോർണറിൽ നിന്നാണ് പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ലെർമ കൊളംബിയക്ക് വിജയം സമ്പാദിക്കുന്നത്. മത്സരത്തില് കൊളംബിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരം ഹാമീസ് റോഡ്രിഗസ്, അദ്ദേഹത്തോടൊപ്പം കോർഡോവ, ലൂയിസ് ഡയസ്, അരിയാസ് എന്നിവരെ കടന്നിരുന്നപ്പോൾ മറുഭാഗത്ത് ഡാർവിൻ ന്യൂനസും അതുപോലെ ഡീലാ ക്രൂസും ബെൻഡാങ്കുളും പെല്ലസ്ട്രിയും ഒക്കെ അണിനിരന്നുകൊണ്ടാണ് ഉറുഗ്വായ്ക്കായിട്ട് നീക്കങ്ങൾ ഉണ്ടാക്കിയത്. കളിയുടെ 39ാമത്തെ മിനിറ്റിലാണ് ലെർമയുടെ ഗോൾ പിറക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ കൊളംബിയ നല്ല സന്തോഷത്തോടു കൂടി കളിക്കളം വിടാൻ ഒരുങ്ങുന്നതായിരുന്നു. പക്ഷേ ഇഞ്ചുറി ടൈമില് മ്യൂനോസിന് റെഡ് കാർഡ് കിട്ടി അവർ 10 പേരായിട്ട് ചുരുങ്ങി. രണ്ടാം പകുതിയിൽ ഉടനീളം 10 പേരെ വെച്ച് കളിച്ചിട്ടും കൊളംബിയ തോൽക്കാനോ ഗോൾ തിരികെ വാങ്ങാനോ ഒന്നും തയ്യാറായിരുന്നില്ല. ആളെണ്ണത്തിലെ ആ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്താൻ ഉറുഗ്വായ്ക്കും കഴിയാതെ പോയതോടെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയവും കൊണ്ട് കൊളംബിയ ഇതാ കോപ്പ അമേരിക്കയുടെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഇനി കോപ്പയിൽ 2 കളികളാണ് ബാക്കിയുള്ളത്. ഒന്ന് 3ാം സ്ഥാനത്തിലുള്ള മത്സരമാണ്, അത് ശനിയാഴ്ച നടക്കും. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 5:30 കാനഡയും ഉറുഗ്വായും തമ്മിൽ 3rd പ്ലേസ് മാച്ച് വരുന്നത്. ഫൈനൽ മത്സരം അത് ഞായറാഴ്ചയാണ്. പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 5:30 അർജന്റീന കൊളംബിയക്കെതിരെ ഫൈനൽ കളിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.